മട്ടാഞ്ചേരി മാഫിയ ഈ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. കാരണം ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാവരും ട്രോളി കൊല്ലുന്ന ഒരു സാധനം ടൈറ്റിലാക്കി വിജയിപ്പിക്കാൻ ഒരു കഴിവ് വേണം. ആ കഴിവ് ഖാലിദ് റഹ്മാൻ ഉണ്ടെന്ന് നമുക്ക് ആ ടൈറ്റിൽ പ്രഖ്യാപിച്ചത് മനസ്സിലായി. പിന്നെ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീം ഉണ്ട് ആ പടത്തിന്. അതുപോലെ തന്നെ ആസിഫ് അലി, നമ്മുടെ നസ്ലിൻ, ഗണപതി, ലുക്മാൻ, ഇങ്ങനെ ഇഷ്ടം പോലെ താരനിബിഡമായ സിനിമയാണ്. മമ്മൂട്ടി പ്രധാന കഥാപാത്രം ചെയ്യുന്നു. മമ്മൂട്ടിയുടെ ഒരു ഉഗ്രൻ ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം തന്നെ കാസ്റ്റിംഗ് കോൾ വിളിച്ചിട്ടുണ്ട് പുരുഷന്മാർ, 50 വയസ്സിൽ കൂടുതലുള്ള പ്രായമുള്ള പുരുഷന്മാർ ഇതിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. എന്തായാലും നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് മമ്മൂട്ടിക്ക്. മമ്മൂട്ടിക്ക് വില്ലനായി ആസിഫ് അലി വരുന്നു എന്നുള്ളതാണ് സ്ട്രോങ് റൂമേഴ്സ്. അങ്ങനെയാണെങ്കിൽ 2 ഗംഭീര റേഞ്ചുള്ള നടന്മാർ. ഇപ്പം ആസിഫ് അലി ആണെങ്കിൽ നല്ല റേഞ്ചുള്ളൊരു നടനാണ്, മമ്മൂട്ടി ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന റേഞ്ച് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഈ 2 പേര് നല്ല ഓപ്പോസിറ്റ് നിൽക്കുവാണെങ്കിൽ അതൊരു നല്ല വ്യത്യസ്തയും സിനിമയെ കാണാം. അന്നേരം ആസിഫ് അലി വില്ലനും മമ്മൂട്ടി നായകനും ആകുമ്പോൾ, ഇപ്പോൾ കളങ്കാവിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ, മമ്മൂട്ടി വില്ലനായിട്ട് വന്നു. ഇവിടെ മമ്മൂട്ടി നായകനും ആസിഫ് അലി വില്ലനാകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും കാണാം. എന്തായാലും നസ്ലിനും ഒക്കെ നല്ല ഗംഭീര ക്യാരക്ടേഴ്സാണ്. ലുക്മാനും ഗണപതി എല്ലാം തകർക്കുന്ന ഒരു സിനിമയായിരിക്കും. എന്തായാലും മട്ടാഞ്ചേരി മാഫിയ ഒരു അതിഗംഭീര സിനിമയാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.